രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വതന്ത്രമായിരിക്കണം. കമ്മീഷന്മേൽ സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ നിയന്ത്രണം പാടില്ല എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യം കണ്ടത്. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ, വോട്ടർമാരെ അടിച്ചമർത്തൽ, EVM തകരാർ തുടങ്ങി ഇലക്ഷനുമായി ബന്ധപ്പെട്ട സുപ്രധാന മേഖലകളിലെല്ലാം ഈസിയായി പരാജയപ്പെട്ടത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ പെരുമാറ്റത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും വ്യാപകമായി രംഗത്തെത്തിയിട്ടും കമ്മീഷൻ തുടരുന്ന മൗനം വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന പൗരസംഘടന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ട് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ നിരവധി പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. വോട്ടിംഗ് ശതമാനം കുത്തനെ വർദ്ധിച്ചതിന് സുതാര്യമായ കാരണങ്ങൾ നൽകാനും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സംശയങ്ങൾ പരിഹരിക്കാനും ECIക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വോട്ട് ഫോർ ഡെമോക്രസി ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ പോൾ ചെയ്ത ഏകദേശ വോട്ടുകളും അന്തിമ വോട്ടിംഗ് ശതമാനവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നതാണ് വോട്ട് ഫോർ ഡെമോക്രസി പങ്കുവയ്ക്കുന്ന പ്രധാന ആശങ്കകളിലൊന്ന്. ആകെ വോട്ടർമാരുടെ എണ്ണം സമയം അടിസ്ഥാനമാക്കി ഘട്ടം തിരിച്ച് വിശകലനം ചെയ്ത ശേഷമാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നതെന്ന് VFD അവകാശപ്പെടുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ദിവസം വൈകുന്നേരത്തെ കണക്കാക്കിയ വോട്ടിംഗ് ശതമാനവും അന്തിമ പോളിംഗ് ശതമാനവും തമ്മിൽ ശതമാന വർധനവ് ഏകദേശം 1% 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യതിയാനം 3.2% എന്ന പരിധിയിലായിരുന്നുവെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഈ പൊരുത്തക്കേടുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വസനീയമായ കാരണങ്ങളൊന്നും ഇതുവരെ നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 79 സീറ്റുകളിൽ BJP നേതൃത്വത്തിലുള്ള NDA നേടിയ വിജയത്തിന്റെ മാർജിനേക്കാൾ കൂടുതലാണ് അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ കുത്തനെയുള്ള വർധനവ്. അവയിൽ പലതിലും NDA സ്ഥാനാർത്ഥികൾ വളരെ പണിപ്പെട്ടാണ് വിജയിച്ചു കയറിയത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കാനും വോട്ടിംഗ് ശതമാനം സുതാര്യമായി വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ നിരത്താനും VFD ECIയോട് അഭ്യർത്ഥിക്കുന്നു. 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 18 സീറ്റുകളിൽ NDA സ്ഥാനാർത്ഥികൾ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം വോട്ടെടുപ്പിനിടെയും വോട്ടെണ്ണൽ പ്രക്രിയയിലെയും ക്രമക്കേടുകൾ, EVM തകരാറ് സംബന്ധിച്ച സിവിൽ സൊസൈറ്റി അംഗങ്ങളും പ്രതിപക്ഷ സ്ഥാനാർത്ഥികളും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. വോട്ടർമാരെ അടിച്ചമർത്തൽ, EVM തകരാർ, തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ വിവാദപരമായ സ്ഥലമാറ്റം, റിട്ടേണിംഗ് ഓഫീസർമാരുടെ മോശം പെരുമാറ്റം, പ്രതിപക്ഷം ഉന്നയിച്ച പരാതികൾ, തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉന്നയിച്ച സമാന സംശയങ്ങൾ എന്നിവ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ECIയുടെ പെരുമാറ്റം ഇലക്ഷൻ പ്രക്രിയയുടെ ന്യായമായ നടത്തിപ്പിനെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വോട്ട് ഫോർ ഡെമോക്രസി ആരോപിക്കുന്നു. 2024 ജനുവരി പൊതുജനങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണോ എന്നതാണ് വോട്ട് ഫോർ ഡെമോക്രസി ഇലക്ഷൻ കമ്മീഷനോട് ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. മുൻ ബ്യൂറോക്രാറ്റ് MG ദേവസഹായവും ആക്ടിവിസ്റ്റ് ഡോക്ടർ പ്യാരേലാൽ ഗാർഗും ചേർന്നാണ് VFDക്ക് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം പുനഃസ്ഥാപിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് വിശദവും വിശ്വസനീയവുമായ പ്രതികരണങ്ങളോടെ റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളോട് ECI പ്രതികരിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഇലക്ഷൻ കമ്മീഷനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും കമ്മീഷൻ ഒരു മറുപടിയും നൽകാൻ തയ്യാറായിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ശരിക്കും ഏത് മുന്നണിയാണ് വിജയിച്ചത്? ഈ സംശയം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്.